ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യണം. അതല്ല ഈ ത്രോട്ട് വർക്ക് സമയത്ത് അർജുനോട് സംസാരിച്ചായിരുന്നു ചോദിച്ചാൽ ഒരിക്കലുമില്ല. ബിക്കോസ് എന്റെ ഫീൽഡ് ഇതാ നടിക്കുന്നതാണല്ലോ. സോ ഒരിക്കലുമില്ല. അല്ല അർജുന്റെ കൂടെയാണ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഇല്ല, പ്രൊഫഷണൽ ആയിട്ട് പറയുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് പ്രോബ്ലം ഇല്ല. കാര്യങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ പ്ലാനിങ് ഉണ്ട്. അപ്പം ബാക്കിയെല്ലാം ഇനിയും നമ്മളുടെ ടീമിലെ ഓരോരോ അംഗങ്ങളൊക്കെ പറയുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അർജുൻ ശ്രീതു, എന്താണ് അർജുൻ ശ്രീതു എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതിന് മുന്നേ ആദ്യം അർജുൻ ശ്രീതുവിനെ ഞാൻ അങ്ങോട്ട് കൊടുക്കാം. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയാ, ഇത്രയും വലിയൊരു ക്രൂവിന്റെ പാട്ടാകാൻ പറ്റുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും അറിയാം ഞാനൊരു ബിഗിനറാണ് ഇങ്ങനത്തെ സംഭവത്തിൽ. സോ ആഫ്റ്റർ ബിഗ് ബോസ് സെക്കൻഡ് ആൽബമാണ് ഫസ്റ്റ് യെറ്റ് ടു റിലീസ്, അതും ഡിസംബറിൽ കാണും. സോ സെക്കൻഡ് ഓൾസോ ഇങ്ങനെ ഒരു ബിഗ് ബാനർ അല്ലെങ്കിൽ ഇത്രയും വലിയ ക്രൂ, എസ്പെഷ്യലി ഷാർണിയുടെ ഒപ്പം ചെയ്യാൻ പറ്റിയത്, പ്രൊഡക്ഷന്റെ ഭാഗം പറ്റിയത്, ലൈക്ക് ബ്ലെസ്ഡ്. ഓഫ് കോഴ്സ് ശ്രീതു അതും മെയിൻ ഒരു പാർട്ടാണ് ഇതിന്റെ. സോ യാ, അതൊക്കെ തന്നെ. എല്ലാം വന്നതിന് വളരെ വളരെ നന്ദി. ആൻഡ് അതേപോലെ ശർമ്മ ചേച്ചിയുടെ ആദ്യത്തെ ഈ ഒരു പ്രൊഡക്ഷനിൽ ആദ്യത്തെ ഈ മ്യൂസിക്കൽ ആൽബമിൽ വന്നിട്ട് എന്നെ വന്നിട്ട് ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി. ആൻഡ് എനിക്കും ரொம்ப ഹാപ്പിയാണ് നമ്മളെ ചൂസ് ചെയ്തതിന്. ആൻഡ് യെസ്, ആക്ച്വലി നമ്മൾ അർജുൻ ശ്രീതു നമ്മളുടെ ഫുൾ ടീം ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അർജുൻ ശ്രീതു ഈ പാട്ടിന് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആണെന്നുള്ളത്. കാരണം പാട്ടെല്ലാം ബിൽഡായിട്ട് വന്നു കഴിഞ്ഞ ശേഷം നമ്മൾ കണ്ടത്, നമ്മൾ കണ്ണടച്ചൊന്ന് ഫീൽ ചെയ്യുമ്പോൾ ആദ്യം വന്നത് മനുഷ്യന് ശ്രീതു കൊള്ളാം, എനിക്ക് വന്നത് അർജുൻ കൊള്ളാം, വിനുവിന് വന്നത് അർജുൻ ശ്രീതു പക്കാ പൊളി, മുരളീകൃഷ്ണൻ പറഞ്ഞു ഓക്കെ സെറ്റ്. അപ്പൊ നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ ഫുൾ എൻറ്റയർ ടീം, ഇപ്പൊ ജീമോൻ ചേട്ടനായാലും റാഫിൽ ചേട്ടനായാലും എല്ലാവർക്കും ഉള്ള ഒരു സജഷൻ ഇവര് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യത്തിലൊന്നുമില്ല. അപ്പൊ താങ്ക് യു എല്ലാവർക്കും ആണ്. അപ്പൊ ഞാൻ ഇനി നമ്മുടെ ഡയറക്ടറിന്റെ വിഷൻ അല്ലെങ്കിൽ എന്താണ് മുരളിയുടെ മ്യൂസിക് ഡയറക്ടറുടെയും അവർ തമ്മിൽ അവിടെ ഒരു ഇതാണ്. അപ്പൊ എന്തായാലും രണ്ടുപേരുടെ വിഷൻ ഈ ഒരു പ്രോജക്റ്റിന് ലൈഫ് കൊടുത്തിരിക്കുന്നതാണ്. അപ്പം വിനുവിന്റെ ഒരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ വിനുവിന്റെ ഒരു ഫ്രെയിംസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളി ആണ് അത് ചെയ്തിരിക്കുന്നത്. മുരളീന്റെ ആണെങ്കിൽ ആ ഓരോ ലൈൻസ് അല്ലെങ്കിൽ ഓരോ സോങ്സിന്റെ ആ ബ്യൂട്ടിഫുള്ളി പറയാം, അത് നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. അത് ഭയങ്കര ഐ എം വെരി ഇംപ്രസ്ഡ്. ഐ ജസ്റ്റ് ലവ് ദിസ് മാൻ. അപ്പം എന്തായാലും മുരളിയും വിനുവും താങ്ക്സ് ഫോർ കമ്മിങ്. ഇത് ആക്ച്വലി ഇവര് സ്കൈക്കോണിന്റെ പ്രൊജക്ട് എന്നോട് സംസാരിക്കുന്ന മുമ്പ് തന്നെ മനീഷേട്ടനോട് സംസാരിച്ച് നമുക്കൊരു സിനിമ എടുത്താലോ എന്നാണ്. അപ്പൊ പറഞ്ഞു വിനു ഒരു 10 കോടിക്ക് ഒരു സിനിമ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു സിനിമയെ പറ്റി ഒന്നും അറിയത്തില്ല ഇവർക്ക്, കാരണം ഇവരെ ഒരു ബിഗിനേഴ്സ് ആണ്. പിന്നെ പ്രൊഡക്ഷൻ ചെയ്യണം എന്നുള്ള വളരെ ആഗ്രഹമുണ്ട്. ഇവന് ശരണ്യ ഒരു 2 years ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് സിനിമ ഒന്നും ചെയ്യണം. ഒരുപാട് ഡയറക്ടേഴ്സ് സംസാരിക്കുന്നുണ്ട്, കഥ കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മനീഷനോട് പറഞ്ഞു നിങ്ങൾ ഈ പ്രൊഡക്ഷൻ എന്താ സംഭവം പഠിക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ചെറിയൊരു പരിപാടി ചെയ്യാം, ഇങ്ങനെ നമുക്കൊരു സോങ് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്കൈ കോഡ് എന്നുള്ള സംഭവം. അത് പുള്ളി ബ്രോ കോഡിൽ നിന്ന് കടമെടുത്താണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു കാര്യം പറയണേ. ഈ പ്രോജക്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം എല്ലാവർക്കും. ഈ പ്രോജക്ട് സ്റ്റാർട്ട് ആവാൻ കാരണം വൺ ഓഫ് വിനു ആണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്ത സംഭവമാണ്. ഇനീഷ്യലി എൻ്റെ മൂവിയിലെ പ്ലാനിങ് ഉണ്ടായി. അപ്പോൾ വിനു തന്നെ പറഞ്ഞു ചേട്ടാ നമുക്ക് ഒരു മ്യൂസിക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം, പിന്നെ ഗ്രാജുവലി വെബ് സീരീസ് അങ്ങനെ മൂവി ഒക്കെ അങ്ങനെ ഗ്രാജുവലി നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ വിനുവിനെ നോക്കിയപ്പോൾ പിന്നെ പ്രിയതമ വന്നു, പിന്നെ അലൈൻഡായി മുരളി വന്നിട്ട് പിന്നെ ഞങ്ങളുടെ ടീം ഗ്രാജുവലി ഒക്കെ വന്നു. പിന്നെ ശരണ്യ വന്നപ്പോൾ ആഫ്റ്റർ ബിഗ് ബോസ് അവർ പുറത്ത് വന്നപ്പോൾ ശരണ്യ വന്നിട്ട് പറഞ്ഞു നമുക്ക് അർജുൻ ശ്രീതു തന്നെയാണ് ബെസ്റ്റ് സ്റ്റോറി. അപ്പൊ അങ്ങനെയാണ് അല്ല നിമിത്തമാണ് പറയുന്നത്. അപ്പോ സ്കൈക്കോഡ് അങ്ങനെ ഉണ്ടായി. അപ്പോ പിന്നീടാണ് മ്യൂസിക് പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ഒരാളെ വേണം. അപ്പോഴേക്കും മനീഷാണ് ചിന്തിച്ചത് ബോളിവുഡാണ്, നമുക്ക് ബാദ്ഷാനെ കൊണ്ടുവരാം, യോയോ ഹണി സിംഗിനെ കൊണ്ടുവരാം. അപ്പോൾ ആ ലെവലൊക്കെയാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, നമുക്കൊരു മലയാളം സോങ് എടുക്കാം. പിന്നെ പറഞ്ഞു നമുക്ക് തമിഴ് സോങ് എടുക്കാം. അപ്പൊ വേണ്ട, മലയാളം സോങ് എടുക്കാം. അങ്ങനെ
അപ്പൊ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മുരളീനെ അറിയാം. മുരളീനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മഹേഷും മാരുതിയുടെ ഓഡിയോ ലോഞ്ചിനാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് അതിലൊരു മനസ്സിൻ പാതയിൽ എന്നൊരു പാട്ടുണ്ട്, ആസിഫും മന്ദയും കൂടെ അഭിനയിച്ചത്. അപ്പോൾ ആ പാട്ട് പാടിയത് മുരളിയാണ്. സോ അവിടെ മുരളി ആ സ്റ്റേജിൽ പറഞ്ഞു എനിക്ക് മ്യൂസിക് ഡയറക്ടർ ആകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ പ്രസന്റ് ചെയ്തു. അപ്പൊ ഞാനതൊന്ന് നോട്ട് ചെയ്തായിരുന്നു. പിന്നീട് ഞാൻ ഐ മീൻ ടച്ച് വിത്ത് മുരളി. ഞാൻ ആലപ്പി റിപ്പിൾസിന്റെ മാർക്കറ്റിംഗ് ഹെഡ് കൂടിയാണ്. അപ്പോൾ ആലപ്പി റിപ്പിൾസിന്റെ തീം സോങ് ഞാൻ മുരളിനെ കൊണ്ട് ചെയ്യിച്ചത്. ആൻഡ് ഇറ്റ് ബിക്കം ഹ്യൂജ് സക്സസ്. എനിക്കാണ് KCL തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് ആയിട്ട് അത് മാറി. അങ്ങനെ ദെൻ ഐ ഇൻട്രൊഡ്യൂസ് മുരളി ടു മനേഷേട്ട്. അപ്പോൾ മനേഷേട്ടോട് സംസാരിച്ചപ്പോൾ മുരളി ഈസ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഹി വാസ് ഇംപ്രസീവ് ആൻഡ് ഹി കെയിം വിത്ത് ദാറ്റ് സോങ് വിതിൻ 1 വീക്ക്. ഐ തിങ്ക് വിതിൻ 1 വീക്കില് ഞങ്ങളുടെ ഒരു വൈബ് ഉണ്ടായി. ഞാൻ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് നോർത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ വൈബ് അല്ലാതെ അവിടെ മാച്ച് ഞാൻ അതിനെ പറഞ്ഞപ്പോൾ അത് പ്രോപ്പർലി അത് ഇനിഷ്യേറ്റ് ചെയ്തു. ഞങ്ങൾ ആസ് എ ടീം വർക്ക് ഒക്കെ വർക്ക് ചെയ്തു. പ്രിയത മൈത്ര നല്ലോണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും. കറക്റ്റ്. അപ്പോൾ അങ്ങനെ അർജുൻ ആൻഡ് ശ്രീതു ആയിരുന്നു നമ്മുടെ ഓപ്ഷൻ. വൺ ആൻഡ് ഓൺലി ഓപ്ഷൻ. വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. വേറെ തോട്ടേ വന്നില്ല. ബിക്കോസ് ലൈക്ക് വി നീഡ് ദ ബെസ്റ്റ് കപ്പിൾ. അപ്പോൾ എന്താ പറയുക ഓൺ ഫ്രെയിം. ഓക്കെ. അപ്പോൾ അങ്ങനെ അവര് നമ്മൾക്കിപ്പോൾ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ആദ്യത്തെ കണ്ടന്റ് ഇങ്ങനെയായിരുന്നില്ല. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പോലത്തെ കല്യാണം പരിപാടി അല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഒരു പാട്ടാണ് അവർ ആദ്യം കേൾപ്പിച്ചത്. പാട്ട് ഇവര് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇവരെല്ലാം ഏത് കണ്ടന്റിനും ഓക്കെ ആവുന്ന രീതിയിലേക്ക് നമ്മൾ അവരെ കൺവിൻസ് ചെയ്ത് മാറ്റിയെടുത്തായിരുന്നു. പിന്നീടാണ് നമ്മൾ ഈ കണ്ടന്റ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരു ചെറുക്കണം ഒരുപാട് ഗോസിപ്സ് ഇങ്ങനെ ചുറ്റും നടക്കുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഇറങ്ങിയതിനു ശേഷം എല്ലാ മീഡിയാസും ആ ഒരു ചോദ്യം മാത്രമായിട്ട് ചോദിക്കുന്നുള്ളൂ. സോ അവര് കംഫർട്ടബിൾ ആവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ശരണ്യ ചേച്ചി അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് തോന്നുന്നു. ശരണ്യ വിളിച്ചപ്പോൾ തന്നെ ഇന്ത്യയുടെ പാട്ടൊക്കെ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അപ്പം ഭയങ്കര എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ട്. കുറെ നാളെ ആ ഒരു ടൈപ്പ് ഓഫ് കൈൻഡ് ഓഫ് പാട്ട് കേട്ടിട്ട്. ആൻഡ് വേറെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ദെൻ ആക്ടിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ഡേയും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് വാസ് ഓൾസോ വിത്ത് ശ്രീതു. അപ്പോൾ കംഫർട്ടബിൾ ആയിരുന്നു ജസ്റ്റ് റിയാക്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അതല്ല വേറെ വഴിയില്ലല്ലോ. കാരണം അതാണ് മാർക്കറ്റിംഗ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ ക്യാമറ എടുത്ത് വരുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിംഗ് അല്ലേ. സോ ആ മാർക്കറ്റിംഗ് യൂസ് ചെയ്യുന്നതാണ് കുഴപ്പം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പാട്ടിനെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരും ഇവർ തന്നെയാണ്. സോ ഒബ്വിയസ്ലി എന്താ പറയാ അത് തന്നെയാണ് ഈ പാട്ട് റീച്ച് ആവണം. അത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ്. പിന്നെ ഇവര് നിൽക്കുന്ന ഒരു പീക്ക് ടൈമിലാണല്ലോ. ഇവര് ചെറിയ റീലിട്ടാലും മില്യൺസും സ്റ്റാർ ആണ് ഇപ്പൊ. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വേറെ ആർക്കും അത്രയും റീച്ച് ഇല്ല. ഇപ്പത്തെ ഒരു ഇതില് ഇവരുടെ റീച്ച് ഭയങ്കര റീച്ചാണ്. പക്ഷെ ഞാൻ പ്രൊഫഷണലി ഐ എം ടെലിംഗ് അവർക്ക് നല്ലൊരു അവരുടെ ഒരു ഭാഗ്യം. ഞാൻ പറയുന്നത് അതൊരു ഭാഗ്യമാണ്. അർജുൻ ശ്രീതു അങ്ങനെ ഫാൻസ് നല്ല ജെന്യുവൻ ഫാൻസ് ആണ് ഇവർക്ക്. അത് പറയാതെ ഇരിക്കാൻ വയ്യ. അത് ആ പിള്ളേര് ഇവരുടെ വീഡിയോ അല്ലെങ്കിൽ ഇവരുടെ ലൈവ് ഇവരുടെ റീല് ഇവര് ശരണ്യ ചേച്ചി ഇവർക്ക് വേണ്ടി ഒരു റീൽ ഉണ്ടാക്കിപ്പിക്കുവോ അല്ലെങ്കിൽ ഒരു ലൈവ് ചെയ്യിപ്പിക്കുവോ. ഐ മീൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പോലെ ഒന്ന് ഇറങ്ങി പോവോ ഇങ്ങനെ പറയുമ്പോ. പക്ഷെ ഈ പിള്ളേർ ഇവിടുത്തെ എത്രയോ ദൂരെ നിന്നാണ് ഈ പിള്ളേര് ഇത്ര ഇവർ ലക്കിയാണ്. നല്ല ഫാൻസ് അങ്ങനെ. അതേപോലെ പുള്ളി ടാഗ് ചെയ്തപ്പോ മാറി അല്ലൂർജുൻ ടാഗ് ചെയ്തു. അതിന് ചീത്തവിളിയാണ്. അവിടെ നല്ല ഫാൻസ് ആണ്. ഒരിക്കലും മറക്കില്ല. നല്ല ഫാൻസ് ആണ്. പിന്നെ അബൌട്ട് അർജുൻ ശ്രീതു ഫോർ മീ ഞാൻ ഒരു മാർക്കറ്റിംഗ് ലെവലിലല്ല. ആക്ച്വലി മാർക്കറ്റ് മാത്രം നോക്കിയല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ബിഗ് ബോസ് ഹൗസിൽ എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ ഒരു 4, 5, 6 മെമ്പേഴ്സ് ആണ്. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്ട് ഒന്ന് ആദ്യം വരുന്നത് ശ്രീതു, പിന്നെ അർജുൻ. ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനി ഞാൻ കരഞ്ഞാൽ അല്ലെങ്കിൽ ചിരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ എപ്പോഴും ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. സോ ഈ പാട്ട് ഇവർക്ക് ആപ്റ്റ് ആണെന്ന് ഉറപ്പായി കഴിഞ്ഞ ശേഷം മാത്രം. അല്ലെങ്കിൽ നമുക്ക് വേറെ കുറെ എടുക്കാം. പക്ഷെ ഇവര് പിന്നെ പ്ലസ് യെസ് അഭിമാനത്തോട് പറഞ്ഞു ദേ ആർ നമ്പർ 1 ഇൻ മാർക്കറ്റ് ഇപ്പോ. അപ്പം അത് ചെയ്തു. അപ്പൊ അത് ചെയ്തപ്പോ ഒരുപാട് ആൾക്കാർ നിങ്ങൾ ഒരു പിച്ചു കല്യാണം കഴിഞ്ഞു എന്നൊക്കെ ഒരുപാട് കമന്റുകളൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഇപ്പം കല്യാണം കഴിക്കുന്നു. ഇത് ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു ഭയങ്കരമായിട്ടൊരു ഭൂമി പിന്നെ കൊടുക്കില്ലേ നിങ്ങൾ? ഇത് എനിക്ക് വന്നിട്ട് പേഴ്സണായിട്ട് എനിക്ക് അത് മൈൻഡിൽ ഞാൻ എടുക്കുന്നില്ല. ബിക്കോസ് ഞാൻ ഈ ഒരു പ്രൊഫഷണൽ
ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പും എനിക്ക് അതുപോലൊക്കെ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് മനസ്സിലാവും ആൾക്കാർക്ക്. മേ ബി ഇന്നോ ഇല്ല നാളെയോ അല്ലോ മറ്റന്നാളോ എപ്പോഴെങ്കിലും ഒരു ദിവസം മനസ്സിലാവും ഇതൊരു ആക്ടിങ് ആണ്, ഒരു സംഭവമാണ്. അപ്പൊ ഇത് പറയുന്നത് അപ്പൊ നിങ്ങൾ ഒറിജിനൽ ആയിട്ട് ഒന്നാവില്ലേ? ഇല്ല അതാണ് എന്റെ ചോദ്യം. ഇല്ല. ഫാൻസിനൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അയ്യോ കൂടുതലായിട്ട് ഫാൻസ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലുള്ള ഒരു എന്റെ അറിവില് ഫാൻസ് ഫാൻസ് എന്ന് പറഞ്ഞ പിള്ളേർക്ക് ഇഷ്ടം ഞങ്ങളുടെ മൊമെന്റ്സ് കാണാനും അത് റീക്രിയേറ്റ് ചെയ്ത് കാണാനും അല്ലെങ്കിൽ ഒരുമിച്ച് കല്യാണം അത് ഞങ്ങളുടെ പേഴ്സണലി എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പം പലർക്കും പല രീതിയിൽ പറയാം. സോ അവർ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മൊമെന്റ്സ് അത് ബിഗ് ബോസിൽ കുറെ മൊമെന്റ്സ് എടുക്കാൻ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അത് പിള്ളേർ മാത്രമല്ല ഏജ് ഇല്ല കുറെ അപ്പം അച്ഛന്മാരും അമ്മമാരും കുറെ പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ അവർക്ക് ആ മൊമെന്റ്സ് ഇപ്പം ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ട് എഗെയിൻ ലൈവ് റെക്കോർഡ് ചെയ്തവർക്ക് മേടിക്കാൻ ഞാൻ കേട്ടിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു മൊമെന്റ്സ് അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ലൈക് സംവാട്ട് ഇപ്പൊ ഞാനും നമ്മളും ചെറുപ്പത്തിൽ ഇപ്പം കുറെ തിങ്സ് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ചാനലിലൊക്കെ. അപ്പൊ അതുപോലെ മിസ് ചെയ്യുന്നതുകൊണ്ട് അവര് പിന്നെ പിന്നെ റീൽസ് അല്ലെങ്കിൽ വീഡിയോ ചോദിക്കുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു അതുകൊണ്ടാണ് എനിക്ക് വർക്ക്സും വന്നത്. ഈ ഒരു പ്രൊജക്റ്റ് ആണെങ്കിലും ലൈക് പീപ്പിൾ ആ ടൈമിൽ ഓഡിയൻസ് എൻജോയ് ചെയ്യും. സോ ആ ഫാൻസിനുള്ള ഗിഫ്റ്റ് ആണോ ഈ ആൽബം? ഇത് ഗിഫ്റ്റ് ഇത് ഞാനല്ല, ഇതിപ്പോ പ്രൊഡക്ഷൻ തീരുമാനിച്ചു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഇവരൊരു ആർട്ടിസ്റ്റാണ്, ബാക്കിയുള്ളൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവര് ആ ഒരു സ്ക്രിപ്റ്റിൽ ആ ഒരു പ്രൊജക്റ്റിൽ പ്ലേസ് ചെയ്യാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ചെയ്യുന്നത് നല്ലത്. ഞങ്ങൾ ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളാണ് ചെയ്യുന്നതല്ല ഗിഫ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ബട്ട് പ്രൊഡക്ഷൻ പറയുന്നത് എന്താ പറയുക ഗിഫ്റ്റാണ്. ആക്ച്വലി ആദ്യം നമ്മളിങ്ങനെ ഗിഫ്റ്റ് ആവോ എന്തോന്നൊന്നും വിചാരിച്ചില്ല. പക്ഷെ ഇതിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്ത് കഴിഞ്ഞ് ഇത് മില്യൻസിൽ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നു ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവരെടുത്തിരിക്കുന്നത്. മീൻസ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമായിട്ടാണ് അത് ഫീൽ ചെയ്തിരിക്കുന്നത്. സീരിയസ്ലി ഇപ്പം അർജുൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഞാൻ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു ആ കാര്യം. ഈ ബിഗ് ബോസിനകത്ത് ഇവരുടെ ഒരു തമാശ, ചിരി, കളി, ക്യൂട്ട്നെസ് ആണ്. അപ്പൊ ആ ഒരു സംഭവം ബിഗ് ബോസ് നിന്ന് കഴിഞ്ഞപ്പോ പല ആൾക്കാരും അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഫാൻസ് അത് ഇങ്ങനത്തെ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ് മീറ്റ് അല്ലെങ്കിൽ അതിൽ കൂടെയാണ് അവര് റീകളക്ട് ചെയ്യുന്നത്, അവരത് ആഘോഷിക്കുന്നത്. സോ അതിനാണ് അവര് കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നത്. നോട്ട് ഫോർ ഇവരുടെ പേഴ്സണൽ ലൈഫ് എന്താണെന്ന് അറിയാനല്ല. ആക്ച്വലി ഒരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അതിലൊക്കെ നിങ്ങളൊക്കെ പങ്കാളികളാണ്. അതിനകത്ത് ആക്ച്വലി എല്ലാവരും മെമ്പർ ആണ്. ബട്ട് ഓൾറെഡി എന്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് അവിടുത്തെ അറിയില്ല. എന്റെ കാര്യം ചോദിച്ചാൽ ഞാൻ അതിനകത്ത് സൈലന്റ് ആണ്. ബിക്കോസ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ വിൽ ബി ലിറ്റിൽ സൈലന്റ്. ഞാൻ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് പേഴ്സൺ അല്ല. ഐ മീൻ ഗ്രൂപ്പ്സിലൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ജോയിൻ ആണ്. യെസ്, അതിനകത്ത് ഞാൻ മെമ്പറാണ്. അതിനകത്തുണ്ട്, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. അത് ആക്റ്റീവ് ആയിട്ട് ബോർഡ് മെമ്പേഴ്സ് ഒക്കെ ആണ്. അപ്പം അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല. മറ്റൊരു ആൾക്കാരുടെ ചോദിക്കുന്നത് അതിനിപ്പോ ഈ പറഞ്ഞത് പഴയ അതായത് ചെറുപ്പകാലഘട്ടങ്ങളിൽ നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ ഏതെങ്കിലും രണ്ടുപേരെ ഒരു പെൺകുട്ടിയെ കൂട്ടി നമ്മുടെ പേര് പറയുമ്പോൾ ബസ് ഇറങ്ങുമ്പോൾ ചെറിയതായിട്ടെങ്കിലും ഉള്ളിനുള്ളിൽ ചിലപ്പോൾ ഒരു ഇഷ്ടമൊക്കെ തോന്നിപ്പോയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴുള്ള ആൾക്കാരാണ് നമ്മൾ മലയാളികളും മിക്കവർക്കും അത് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എപ്പോഴെങ്കിലും മനസ്സിൽ ഒരു ഇഷ്ടം ആ രീതിയിലുള്ള ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഞാൻ എപ്പോഴും ഇന്റർവ്യൂവിലും ബിഗ് ബോസിൽ പറഞ്ഞ എന്റെ ഒരു ഫീമെയിൽ വേർഷൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ലൈക്ക് അതിപ്പം ലൈക്ക് ഇത് ഞങ്ങളിപ്പോ പുറത്തിറങ്ങിയിട്ടാണ് ഞങ്ങൾ ഇത്രയും കാണുന്ന വീഡിയോസ് ഒക്കെ. ഞങ്ങളിത് ക്രിയേറ്റ് ചെയ്തൊരു ബോണ്ട് ഷോയ്ക്കുള്ളിൽ തന്നെയുണ്ട്. അതിപ്പോഴും ഉണ്ട്. സ്റ്റിൽ അത് മുമ്പോട്ട് അതുപോലെ തന്നെ. രണ്ടുപേരും സിംഗിൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടോ? ഒരു ലൈഫിലല്ല എൻജോയ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ആൽബത്തിൽ എല്ലാവരും ഉണ്ടോ? ബിഗ് ബോസിൽ എല്ലാരും ഇല്ല. അർജുൻ, ശ്രീതു, ഞാൻ, സിജോ, രതീഷ്. ജിൻഡോ ഇല്ല, ജിൻഡോ ഇല്ല. ജാസ്മിൻ ഗബ്രി ഇതിലില്ല. ഫ്യൂച്ചറിൽ ചിലപ്പോ കാണാം. വേറെ ആൽബം ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഈ പ്രൊഡക്ഷൻ ഹൗസിൽ വെറും സോങ്സ് മാത്രമല്ല, നമ്മള് മൂവിയും പ്ലാൻ ചെയ്യുന്നുണ്ട്, സീരീസും പ്ലാൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ എവിടെ ഈ പറഞ്ഞ മാതിരി മനുഷ്യനെ കണ്ണടയ്ക്കുമ്പോ ഗബ്രി ജാസ്മിൻ കാണുന്നു, അവിടെ ഗബ്രി ജാസ്മിൻ ഉണ്ടാവും. അപ്പോൾ ഈ സ്കൈക്കോഡ് ഇപ്പോൾ ഇനി പുതിയതായിട്ട് വരുന്ന ഫ്യൂച്ചർ പ്രോജക്ട്സിൽ പുതിയ ടാലൻസിന് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്? ആരെങ്കിലും
ഓഡീഷൻ ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു? യെസ്, അതൊരു നല്ല ക്വസ്റ്റ്യൻ. താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അതിന്റെ ആൻസർ ഞാൻ കാരണം ഞങ്ങളുടെ മെയിൻ ഒരു 30% ഇനിഷ്യേറ്റ് ചെയ്യുന്ന സംഭവം അത് തന്നെയുണ്ട്. ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ നെക്സ്റ്റ് മൂവ് അത് തന്നെയാണ്. ഒരു ന്യൂ ടാലന്റിന് വേണ്ടി അത് ഡാൻസർ ആയിക്കോട്ടെ, സിംഗർ ആയിക്കോട്ടെ, മ്യൂസിഷ്യൻ ആയിക്കോട്ടെ. അപ്പൊ ഓൾറെഡി ഞങ്ങൾ അവർക്ക് പേഴ്സണൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂ ടാലന്റ്. What's your good name? Ritika. Thank you. Ritika. Thank you, Ritika. So ഞാൻ ആക്ച്വലി ഞാൻ മലയാളത്തിൽ ഇതിന്റെ റിപ്ലൈ തരാം. പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെ ഒരു ഇതെന്ന് ഹിന്ദി സംസാരിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാൻ അത് മലയാളത്തിൽ തന്നെ പറയാം. ഞങ്ങൾ രണ്ടുപേർക്കും കോമൺ ഫാക്ടർ ഒരു ഹിന്ദിയാണ്. ഐ മീൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു ഇത് മനുഷ്യനാണെങ്കിലും അങ്ങനെയാണ് ഞാനും ഇങ്ങനെയാണ്. സോ ഹിന്ദി ഒരു മെയിൻ ഫാക്ടറാണ്. ഹിന്ദി ലാംഗ്വേജ് സംസാരിച്ചാണ് ഞങ്ങൾ കണക്ട് ആവുന്നത്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഫീൽഡിൽ ഉള്ള അല്ലെങ്കിൽ എൻ്റെ ഫീൽഡ് ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം എൻ്റെ ലൈഫ് പാർട്ട്ണർ ആവേണ്ടത്. അപ്പോൾ മനുഷ്യൻ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. പക്ഷേ എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ടു. ഇന്ന് സ്കൈകോഡിൽ മനീഷേട്ടനാണ് എല്ലാം. ഐ മീൻ ഞാൻ എൻ്റെ പേര് മാത്രമേ ഉള്ളൂ, ശരണ്യ ആനന്ദ് പ്രസൻസ്. എല്ലാം മനീഷേട്ടനാണ് എൻ്റെ പുറകിലെല്ലാം ചെയ്തിരിക്കുന്നത്. സോ താങ്ക്സ് ടു മനീഷേട്ട. ആൻഡ് ഒരു ഭാര്യയ്ക്ക് ഏറ്റവും വലിയ അഭിമാനമായിരിക്കും ഭർത്താവ് എപ്പോഴും പറയുന്നത് ഭാര്യയുടെ പേര് മുന്നിട്ട് വെക്കാന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഐ ആം ലക്കി. രണ്ട് ദിവസം മുന്നേ അഭിഷേക് ശ്രീകുമാർ തുടങ്ങിയ കുറച്ച് പേരുടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ്. അല്ലാണ്ട് മുന്നോട്ടുള്ള പോക്കല്ല. കൂടെ ബിഗ് ബോസിലെ ഭൂരിഭാഗം ആൾക്കാരെയും വിളിച്ചിട്ടില്ല. കുറച്ച് ആൾക്കാരെ ഇനി വിളിക്കാനുണ്ട്. എന്നോട് പേഴ്സണലി എനിക്കും വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് എന്താ നിങ്ങൾക്ക് പറഞ്ഞത്? നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരല്ലേ? അത് അഭിഷേക് അല്ല എൻ്റെ ആൻസർ തരാൻ ഏറ്റവും ബെസ്റ്റ് ആണ്. ബിക്കോസ് അഭിഷേക് ശ്രീകുമാർ. അപ്പം അഭിഷേകിന്റെ ഒരു പോയിന്റ് അല്ല അത്. അപ്പം അത് ആളുടെ പോയിന്റ് ആണ്. എന്റെ പോയിന്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് പേര് ആക്റ്റീവ് ആണ്, കുറച്ച് പേര് സൈലന്റ് ആണ്. അവരവരുടെ ഓരോ ബിസി ഷെഡ്യൂൾ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ അതിലേക്ക് അങ്ങനെ ഒത്തിരി ബിഗ് ബോസ് എന്ന് പറഞ്ഞു പോവാൻ നമുക്ക് ഐ മീൻ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ പല കാര്യങ്ങൾ, പല വർക്കുകൾ, നമ്മളെല്ലാവരും ബിസിയാണ്. സോ കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻസിനെ കൂട്ടി ചേർത്തിട്ടാണ് ഈ അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എല്ലാരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോകേണ്ടതാണ്. പക്ഷെ ഈ പറഞ്ഞല്ലോ ഇപ്പൊ എല്ലായിടത്തും ഇൻവിറ്റേഷൻ കൊടുക്കുന്ന എല്ലാവരും വരാറില്ല. എല്ലായ്പ്പോഴും എല്ലാവർക്കും വരാൻ സാധിക്കില്ല. എനിക്കറിയത്തില്ല, അത് അഭിഷേകിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അർജുൻ കണ്ട ഏറ്റവും ഒരു കാര്യം എന്തായിരിക്കും? ഇഷ്ടപ്പെട്ടൊരു കാര്യം അല്ല, ഇഷ്ടപ്പെട്ടൊരു കാര്യം തിരിച്ച് ശ്രീധുവിനോട് ഈ ശരണ്യ ഈ കഥ അല്ലെങ്കിൽ ഈ തോട്ട് പറയുമ്പോൾ ശ്രീധുവിന് ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. ബിക്കോസ് എന്റെ ഫീൽഡ് ഇതാണ്, നടിക്കുന്നതാണല്ലോ. സോ ഒരിക്കലുമില്ല. അല്ല, അർജുന്റെ കൂടെയാണ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഇല്ല, പ്രൊഫഷണൽ ആയിട്ട് പറയുന്നത് കൊണ്ട് സീരിയസ്ലി എനിക്ക് പ്രോബ്ലം ഇല്ല. അർജുനോട് സംസാരിച്ചു സംസാരിച്ചു. അർജുനോട് സംസാരിച്ചു. നിങ്ങൾ ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യാം? അതല്ല, ഈ ത്രോട്ട് വർക്ക് സമയത്ത് അർജുനോട് സംസാരിച്ചായിരുന്നു ചോദിച്ചത്. ഞങ്ങളുടെ ഒരുമിച്ചാണ് മ്യൂസിക് ഷെയർ ചെയ്തത്. ഇപ്പൊ ശ്രീതുനെ കോള് വിളിച്ച് വെച്ച ഉടനെ അർജുന കോള് പോകുന്നത് മനസ്സിലാവും. 1 മിനിറ്റ് ഡിഫറൻസിൽ എനിക്ക് തോന്നില്ല ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോള് വിളിക്കും, ഞാൻ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് സത്യം. സോ ആദ്യം ശ്രീതുവിനോട് കംഫർട്ടബിൾ ചോദിച്ചു. ശ്രീതു കംഫർട്ട് ആണോ? ശ്രീനോട് ചേച്ചി ഇത് പ്രൊഫഷൻ ആണോ? ഐ ആം കംഫർട്ടബിൾ. അർജുനോട് ചോദിച്ചു. അർജുൻ ഹാപ്പിയാണ് വിത്ത് സോ ഐ ആം ഓക്കെ ഡീൽ. ആൻഡ് അവിടെ വന്നിട്ട് ദേ ആർ പക്ക പ്രൊഫഷണൽ. They are good buddies also. They are like my bro and sis. So എനിക്ക് അവര് തന്ന ഒരു കംഫർട്ട് അടിപൊളിയായിരുന്നു. I am so happy with them. വിനോദ് ലാസ്റ്റ് പറയുന്നത്. അപ്പം ഇപ്പൊ ഓൾറെഡി ഗോസിപ്പുകൾ വിറ്റ് മാർക്കറ്റ് ആക്കി പറയുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ഗോസിപ്പ് വരുമ്പോൾ ജാസ്മിൻ ഗബ്രി ഭയങ്കരമായിട്ട് റീച്ച് നിൽക്കുകയാണ്. അപ്പൊ ഉടനെ ജാസ്മിനും ഗബ്രിയും വെച്ചിട്ട് ഒരു ആൽബം ഉണ്ടാവും? സമ്മതിക്കും. സമ്മതിക്കില്ല.
അവർ സമ്മതിച്ചിട്ടുണ്ടാവും. സംഭവിച്ചവർക്ക് നമ്മൾക്ക് അതിനനുസരിച്ചുള്ള പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അവരത് ചെയ്യും. അവര് റീച്ച് ആകണ്ടേ അവിടെ നമ്മളുണ്ടാവും. ഒരു ആർട്ടിസ്റ്റ് ആവുന്നത് അവർക്ക് ആപ്റ്റ് ഉള്ള ഒരു സംഭവം ഡയറക്ടർ കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മളൊരു ആർട്ടിസ്റ്റ് ഒരു വ്യക്തി അവരെ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർക്ക് റീച്ച് ഉണ്ടെന്ന് കാണിക്കുമ്പോഴാണ് നമ്മളുടെ ക്രിയേറ്റേഴ്സ്, ബിക്കോസ് നമ്മളെപ്പോലെ ക്രിയേറ്റേഴ്സിന് വേണ്ടത് എന്താ, ആൾക്കാർ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ ഞാനിപ്പോ നിന്നെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും? ഇവരെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ ഷെയർ ചെയ്ത് കാണും, ലൈക്ക് ചെയ്യും. എല്ലാ മിക്സ് വേണം, ക്വാളിറ്റി വേണം, പോപ്പുലാരിറ്റി വേണം. സ്റ്റാർട്ടിംഗ് അപ്പൊ ഇവരുടെ ജസ്റ്റ് ഇവര് പോപ്പുലർ ഉണ്ട്, പക്ഷെ അത് നല്ലോണം ആക്ട് ചെയ്തില്ലെങ്കിൽ അത് പ്രശ്നം. അവർ നല്ലോണം ആക്ട് ചെയ്ത് പ്രൊഫഷണലി അത് നല്ല വിചാരിച്ച കാലം നല്ല അവർ ആ ലെവലിലേക്ക് കൊണ്ടുപോയി. അപ്പൊ അത് പ്രൊഫഷണലിസമില് തന്നെ വരും, നാച്ചുറൽ ആയിട്ട് വരില്ല. അപ്പൊ അത് നമുക്ക് അതിനെ വേണ്ടി സീരിയസ്. ഇപ്പം റീച്ച് ഉണ്ട്, ആക്ടിങ് അറിയത്തില്ല, എല്ലാം ചെയ്യിപ്പിച്ചു, എന്താ കാര്യം? അപ്പൊ അവർക്ക് ആക്ടിങ് അറിയില്ല എന്നുള്ളതാണ്. ഞാൻ ചോദിക്കുന്നത് റീച്ച് എല്ലാം ഉണ്ട്. ഞാൻ ഇവരുടെ കാര്യമല്ല പറയുന്നത്, ഗബ്രിയുടെ കാര്യമല്ല, ജാസ്മിന്റെ കാര്യം, ആരുടെയും കാര്യമല്ല. ഞാൻ എക്സാമ്പിൾ നോക്കുക, റീച്ച് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് ഫ്രെയിമിലൊന്നും കൊടുക്കുക, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. സോ ദ തിങ് ഈസ് ഇവരുടെ ടാലൻസ് അവിടെ പ്ലേസ് ചെയ്തുകൊണ്ടാണ് ആൾക്കാർക്ക് ഇഷ്ടം വരാൻ പോകുന്നത്. സോ ടാലന്റ് വേണം, ടാലന്റ് ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്, റീച്ച് അല്ല. യെസ് സുരേഷ് അവരേക്ക് ഇൻട്രസ്റ്റ് എന്തെങ്കിലും ചെയ്യണമെന്നാണല്ലോ. അതിന് കണ്ടന്റ് ചെയ്യണമെങ്കിൽ റീച്ചുള്ള ആൾക്കാർ മാത്രം പോരാ. നമ്മളൊരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ കണ്ടന്റ് യോജിച്ച ആൾക്കാർ ആരൊക്കെയാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പാട്ടിന് വേണ്ടത് ഒരു കപ്പിളിനെയാണ്. സോ ഞാൻ നോക്കുന്നത് എന്താ, എനിക്ക് ഏറ്റവും ഓഡിയൻസിനെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കപ്പിളിനെയാണ് നോക്കുന്നത്. സോ ഓരോ പ്രൊജക്റ്റ് അങ്ങനെ തന്നെ, ഇപ്പൊ ഒരു സിനിമ ആയിക്കോട്ടെ, സീരിയലായിക്കോട്ടെ, ഷോർട്ട് ഫിലിം ആയിക്കോട്ടെ, ആൾക്കാരെ റീച്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിയേറ്ററിന്റെ മെയിൻ ഉദ്ദേശം. സോ എനിക്ക് ഓഡിയൻസിലേക്ക് ഈ സോങ് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോഡി ഇവരായിട്ട് എനിക്ക് തോന്നി. അതിന് ഞാൻ ഇവരുടെ റീച്ച് മുതലെടുക്കുന്നുണ്ട്. കാരണം എനിക്കറിയാം ഇവരെ വെച്ച് ഒരു സാധനം ചെയ്താൽ അത് ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റീച്ച് ആവുമെന്ന് എനിക്കും അറിയാം, ഇവർക്കും അറിയാം, ഇത് ചെയ്ത പ്രൊഡക്ഷൻ കമ്പനിക്കും അറിയാം. സോ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ഉണ്ടാവുക, അല്ലാതെ നമ്മള് റീച്ചുള്ള എല്ലാവരെയും എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. ആ കണ്ടന്റ് ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾക്കാർ. നമ്മൾ ഒരു സിനിമ, ഒരു ഡയറക്ടറായ ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്താൽ ഞാൻ ചിലപ്പോൾ ലാലേട്ടനെ റീച്ച് ചെയ്യാൻ നോക്കുള്ളൂ, ലാലേട്ടനെ കിട്ടിയെങ്കിൽ അടുത്ത ആള്. സോ എല്ലാ പ്രോസസ്സും അങ്ങനെ തന്നെ. അപ്പൊ ഞാൻ ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ നോക്കി, എനിക്ക് ബെസ്റ്റ് ആൾക്കാരെ കിട്ടി. അതിന് താങ്ക്സ് ടു ശരണ്യ. ശരണ്യാണ് അതെല്ലാം കൺവിൻസ് ചെയ്തവര്. കാരണം നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതുപോലത്തെ പ്രൊജക്ട് അല്ലെങ്കിൽ ഒരു കല്യാണ പ്രൊജക്ട് ആണ്. സോ അവർ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ, കാരണം കണ്ടന്റേ മാറ്റിക്കളയണം. വേറെ ആൾക്കാർ ചിലപ്പോൾ കല്യാണം കഴിക്കുന്നത് ഓഡിയൻസ് കാണാൻ അത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. സോ ഫ്രോം മൈ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് റീച്ച് ഉള്ള ആൾക്കാരെ തന്നെ വേണം. ബിക്കോസ് ഇതൊരു ന്യൂ കമ്പനിയാണ്. സ്കൈകോഡ് എന്ന് പറഞ്ഞ നെയിം പോപ്പുലർ ആവണമെങ്കിൽ കുറച്ചൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം. ഇപ്പൊ ആൽബം എന്ന് പറഞ്ഞു നമുക്ക് സോങ് തട്ടിക്കൂട്ടി എടുക്കാം, പക്ഷെ ഇവിടെ തട്ടിക്കൂട്ടൽ അല്ല നമ്മൾ കൂടുതൽ ചെയ്തത്. നമ്മൾ എങ്ങനെ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ, അല്ലെങ്കിൽ ഫ്രെയിംസിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ ക്യാമറയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ ലൊക്കേഷൻ, അങ്ങനെ നമ്മൾ ഓരോ ക്വാളിറ്റി വൈസ്, കോസ്റ്റ്യൂമിന്റെ ആയാലും ബബിഷയാണ് ഇതിലെ കോസ്റ്റ്യൂം ചെയ്തിരിക്കുന്നത്. ഇപ്പം ബബിഷ ആയാലും കോസ്റ്റ്യൂമില് സാരീസും ബ്ലൗസ് ഹാൻഡ് വർക്ക്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ സിമ്പിൾ അല്ല, കളർഫുൾ ആകാനായിട്ട് കുറെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. സോ ബഡ്ജറ്റ് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. മെയിൻലി നമ്മൾ ഈ സോങ് ചെയ്തത് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ഉദ്ദേശം മൂവി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്, മൂവി പ്രൊഡക്ഷനിലേക്കുള്ളത്. സോ ഇത് നമ്മുടെ ഒരു ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടി, നമ്മുടെ സ്കൈകോഡ് എന്ന ബ്രാൻഡിങ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സോങ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സോങ്സിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്തിട്ട് നമ്മളൊരു ഉഗ്രം മൂവി ആയിട്ട് വരുന്നുണ്ട് 2025. സോ അതിലേക്ക് എത്തിപ്പെടാൻ ഈ സോങ് ഹെൽപ്പ് ചെയ്യുമെന്ന് കരുതുന്നു. പിന്നെ ഈ ചോദ്യം ചോദിച്ചല്ലോ, എത്രത്തോളം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിലാണ് എനിക്ക് കിട്ടാൻ പോകുന്ന ഇൻകം. അപ്പോൾ എല്ലാവരും സ്കൈകോഡ് പ്രൊഡക്ഷൻ ഹൗസിനെ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് ഒന്ന് ഫീൽ ചെയ്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അല്ല നമ്മൾ കുറെ പ്ലാറ്റ്ഫോംസിൽ റിലീസ് ചെയ്യും. ഓഡിയോ പ്ലാറ്റ്ഫോംസ്, സ്പോട്ടിഫൈ എല്ലായിടത്തും റിലീസ് ആണ്. യൂട്യൂബിൽ ഇപ്പോൾ പ്രീമിയർ ആണ്.